അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് NIOS SSLCയുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ചാപ്റ്റർ 4 ആണ്. സഹകരണ സംഘങ്ങളും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ കൂടെ നമ്മൾ ഏഴാമത്തെ ഒരു ചാപ്റ്ററും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. കാരണം ഏഴാമത്തെ ചാപ്റ്റർ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം നാലാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, ഒന്നാമതായി നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് സഹകരണ സംഘം. അപ്പോൾ സഹകരണ സംഘം എന്താണെന്ന് ചോദിച്ചാൽ പൊതുവായിട്ടുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് പൊതുവായിട്ടുള്ള ആവശ്യങ്ങളുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്ന് രൂപീകരിക്കുന്ന ഒന്നാണ് സഹകരണ സംഘം. സഹകരണ സംഘം എന്തൊന്നാണ്? പൊതുവായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം ഉള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്ന് രൂപീകരിക്കുന്ന ഒന്നാണ് സഹകരണ സംഘം എന്ന് പറയുന്നത്. അപ്പം ഈ സഹകരണ സംഘം എന്ന് പറയുന്നത് 1992 നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ സഹകരണ സംഘം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതിനകത്ത് എല്ലാ ആളുകൾക്കും, അതായത് ഇതിൽ താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സഹകരണ സംഘത്തിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സംഘത്തിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല സഹകരണ സംഘത്തിൻ്റെ അകത്തുള്ള ആളുകൾക്ക് ഈ വോട്ടവകാശമുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ജോയിൻ ചെയ്യാം, ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? പിന്മാറാനും പറ്റും. അങ്ങനെയുള്ള ഒന്നാണ് നമ്മുടെ സഹകരണ സംഘം എന്ന് പറയുന്നത്. ഇനി ഈ സഹകരണ സംഘത്തിൻ്റെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഈ സഹകരണ സംഘത്തിൻ്റെ ബാധ്യത വളരെ പരിമിതമായിരിക്കും. മനസ്സിലായോ? അപ്പം ബാധ്യത വളരെ പരിമിതമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ സഹകരണ സംഘം എന്ന് പറയുന്നത്. മെമ്പേഴ്സിൻ്റെ ബാധ്യത എപ്പോഴും പരിമിതമായിരിക്കും. മാത്രമല്ല നമുക്ക് എല്ലാ ആളുകൾക്കും ഇതിനകത്ത് അംഗമാവാനായിട്ട് പറ്റും. അതുമാത്രമല്ല ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമായിരിക്കും ഇവർക്ക് ഉണ്ടാകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സഹകരണ സംഘത്തിൻ്റെ സവിശേഷതകൾ. ഇനി നോക്കാം, ഈ സഹകരണ സംഘത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായി ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ എന്തോന്നാണ്? ന്യൂനതകൾ. ഒന്നാമതായിട്ട് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ അധികം ആളുകളും സഹകരണ സംഘത്തെ പ്രോത്സാഹിപ്പിക്കാറില്ല. മാത്രമല്ല ഇവർക്ക് വളരെ പരിമിതമായിട്ടുള്ളൊരു മൂലധനമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പരിമിതമായിട്ടുള്ള മൂലധനം എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ആ എമൗണ്ട് വളരെ കുറവായിരിക്കും. മാത്രമല്ല ഇവിടെ എന്ന് പറയുമ്പോൾ സഹകരണ സംഘത്തിൻ്റെ അകത്തുള്ള മെമ്പേഴ്സ് തമ്മിൽ പരസ്പരം പൊരുത്തക്കേടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അതുവഴി കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സഹകരണ സമ്പത്തിൻ്റെ കുറച്ച് ന്യൂനതകളായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ് സ്ഥാപനമാണ്. അതായത് ഇതെന്ന് പറയുമ്പോൾ ഇതുവഴി ഒരു കൂട്ടം ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം ഇൻവെസ്റ്റേഴ്സ് അവർക്ക് അവരുടെ ഓഹരികൾ കൈമാറ്റം ചെയ്യാനും അതേപോലെ തന്നെ ഓഹരികൾ സ്വീകരിക്കാനും സാധിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണ് നമ്മുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. അപ്പം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുമ്പോൾ ഇതൊരു ബിസിനസ് സ്ഥാപനമാണ്. ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും? ഓഹരി ഉടമകൾക്ക് അവരുടേതായിട്ടുള്ള ഓഹരികൾ സ്വീകരിക്കാനും അതേപോലെ തന്നെ വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ കുറച്ച് സവിശേഷതകൾ നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളുടെ സവിശേഷത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കമ്പനി എന്ന് പറയുമ്പം നമുക്കറിയാം നിയമപ്രകാരം രൂപം കൊണ്ട ഒന്നാണ് നമ്മുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ഇവരുടെ ബാധ്യത എപ്പോഴും പരിമിതമായിട്ടുള്ള ബാധ്യത ആയിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇവർക്ക് ഒരു പൊതുവായിട്ടുള്ള മുദ്രയും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുമ്പോൾ നിയമപ്രകാരം രൂപം കൊണ്ടതാണ്. ഇവരുടെ ബാധ്യത വളരെ പരിമിതമായിരിക്കും. ഇവർക്കും ഒരു പൊതുവായിട്ടുള്ളൊരു മുദ്രയും കാര്യങ്ങളും ഉണ്ടായിരിക്കും. മാത്രമല്ല ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളിലും നമ്മുടെ ഈ ഒരു ഷെയർസ് ഉണ്ടല്ലോ, ഓഹരികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ വേറൊരു പ്രത്യേകത. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ കുറച്ച് സവിശേഷതകൾ. ഇനി നമുക്ക് നോക്കാം, ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായി നമുക്ക് പറയാം, ഇതിൻ്റെ ബാധ്യത വളരെ പരിമിതമായിരിക്കും. മനസ്സിലായോ? കാരണം ഒത്തിരി ആളുകൾ ചേർന്ന് രൂപം കൊണ്ട ഒന്നാണ് നമ്മുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഹ്യൂജ് ആയിട്ടുള്ള ക്യാപിറ്റലായിരിക്കും അതിലുണ്ടാകുന്നത്. അപ്പം
എത്രത്തോളം ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് എന്താണ് അവരുടെ ബാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, മാത്രമല്ല എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മൂലധനത്തോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഈ കമ്പനിയുടെ അവകാശം എന്ന് വെച്ചാൽ തുടർച്ചയായിട്ടുള്ള ഒന്നാണ്. ഇതൊരിക്കലും ഒരു പരിധി വരെ നിൽക്കുന്ന ഒന്നല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കെന്താണ് നഷ്ടം വന്നാലും എന്താണ് വളരെ പരിമിതമായിട്ടുള്ള ഒന്നായിരിക്കും. അതായത് നമുക്ക് ബെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ നഷ്ടമെന്ന് പറയുന്നത്. മാത്രമല്ല ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി വഴി നമ്മുടെ സമൂഹത്തിന് ഒത്തിരി നന്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസും ഉണ്ട്. ഇനി നമുക്ക് നോക്കാം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ കുറച്ച് ന്യൂനതകളെപ്പറ്റി നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ന്യൂനതകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനി രൂപീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. മാത്രമല്ല സർക്കാരിൻ്റെ നിയന്ത്രണവും ഭയങ്കരമായിട്ട് അമിതമായിട്ടുള്ളൊരു നിയന്ത്രണമായിരിക്കും ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ചുരുക്കം ആളുകൾ ചേർന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു കമ്പനി രൂപീകരിക്കുന്നത്. മാത്രമല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് നല്ല രീതിയിൽ താമസം നേരിടും. എന്തുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കാൻ താമസം നേരിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആളുകൾ തമ്മിൽ കൂടി ആലോചിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഒത്തിരിയധികം കാലതാമസങ്ങൾ നേരിടുന്ന ഒന്നാണ് നമ്മുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് എന്തിൻ്റെ ന്യൂനതകൾ, നമ്മുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ന്യൂനതകൾ. ഇനി നമുക്ക് നോക്കാം വിവിധ തരം കമ്പനികളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഏതൊക്കെ കമ്പനികളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായി നമുക്കുള്ളത് പ്രൈവറ്റ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനി എന്ന് വെച്ചാൽ എന്തോന്നാണ്, സ്വകാര്യ കമ്പനികൾ. അതെ, സ്വകാര്യ കമ്പനികളും 1956 കമ്പനി നിയമപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്. മാത്രമല്ല ഇത് രൂപീകരിക്കാനായിട്ട് 1 ലക്ഷം രൂപയോ അതിൽ കൂടുതൽ രൂപയോ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കമ്പനികൾക്ക് രൂപീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഈ ഓഹരികളെന്ന് പറയുന്നത് കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. പ്രൈവറ്റ് കമ്പനിയുടെ ഓഹരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ മാക്സിമം ഒരു 50 ആളുകൾ, അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവില്ല, അതിൽ കുറവ് മിക്കവാറും ഉണ്ടാവും. ഒരു 2 പേര് കാണും, 2 to 50, അതായിരിക്കും ഒരു റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം രണ്ടാമതായി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് പൊതു കമ്പനി. പൊതു കമ്പനി എന്ന് പറയുമ്പോൾ പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനിയെന്നും അതേപോലെ തന്നെയാണ് 1956 നിയമപ്രകാരം രൂപീകരിക്കുന്ന ഒന്നാണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. ഈ കമ്പനിയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഓഹരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ കമ്പനി രൂപീകരിക്കാനായിട്ട് മിനിമം ഒരു 5 ലക്ഷം വേണം. അതായത് 1 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ ആയിരിക്കും അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെയും ബാധ്യത വളരെ കുറവായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്താണ് സർക്കാർ കമ്പനി. സർക്കാർ കമ്പനി എന്താണെന്ന് ചോദിച്ചാൽ 1956 നിയമപ്രകാരം രൂപം കൊള്ളുന്ന ഒന്നാണ് നമ്മുടെ സർക്കാർ കമ്പനി എന്ന് പറയുന്നത്. ഒരു സർക്കാർ കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സർക്കാർ കമ്പനിക്ക് എന്ന് പറയുമ്പം ഒരു 51 ഷെയർസ് അല്ലെങ്കിൽ 51% ഷെയർ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിലോ ഉള്ള കമ്പനികളെ നമ്മൾ എന്തെന്ന് പറയുന്നു, സർക്കാർ കമ്പനി എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് സർക്കാർ കമ്പനി എന്ന് ചോദിച്ചാൽ 1956 നിയമപ്രകാരം രൂപം കൊണ്ട കമ്പനികളാണ് നമ്മുടെ സർക്കാർ കമ്പനി എന്ന് പറയുന്നത്. ഈ കമ്പനിക്ക് 51% ഷെയർസ് ആരുടെ കയ്യിലിരിക്കണം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ കയ്യിലുള്ള കമ്പനികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സർക്കാർ കമ്പനികളെന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്താണ് ബഹുരാഷ്ട്ര കമ്പനികൾ. ബഹുരാഷ്ട്ര കമ്പനികൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യത്തായിരിക്കും ഒരു മാതൃരാജ്യമെന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഈ കമ്പനി രൂപീകരിച്ചിട്ട് ഇതിൻ്റെ ബ്രാഞ്ചുകൾ വേറെ രാജ്യത്തിലേക്ക് വ്യാപിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്ത്യ ആയിരിക്കും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയിലായിരിക്കും. എന്നിട്ട് ഇന്ത്യയിൽ നിന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ കമ്പനി വ്യാപിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള കമ്പനികളെ നമ്മൾ എന്തെന്ന് പറയുന്നു, മൾട്ടിനാഷണൽ കമ്പനി, അതായത് ബഹുരാഷ്ട്ര കമ്പനികളെന്ന് പറയുന്നു. ഈ കമ്പനികളുടെ കുറച്ച് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക്
നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഈ കമ്പനി നമ്മളെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല എന്താണ്, പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനായിട്ടും ഈ കമ്പനി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതെന്താണ്, ഇതെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കമ്പനികൾക്ക് എന്താണ്, ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു മത്സരം കാഴ്ചവെക്കാനും എന്താണ് ഈ കമ്പനി നമ്മെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്ന് പറയുമ്പോൾ നമുക്കറിയാം, സിറ്റി ലൈഫിലൊക്കെ ഉള്ള ആളുകൾക്കായിരിക്കും കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നോക്കത്ത് നിൽക്കുന്ന ആളുകളെ എന്താണ് ഈ കമ്പനി എത്ര വലിയ കമ്പനി ആയാലും അങ്ങോട്ടേക്ക് വികസനമൊന്നും എത്തത്തില്ല. മാത്രമല്ല നിരവധി നിയമങ്ങളിലൂടെ ഈ കമ്പനികളുടെ പ്രവർത്തനം കുറച്ച് കുറയ്ക്കാനായിട്ടൊക്കെ സാധിക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, നമ്മുടെ ബഹുരാഷ്ട്ര കമ്പനികളെ പറ്റി പഠിക്കുമ്പോൾ വരുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം, അടുത്തൊരു ചാപ്റ്ററാണ്, കുഞ്ഞു ചാപ്റ്ററാണ്, ചാപ്റ്റർ 7 ആണ്. എന്താണ് വാർത്താവിനിമയ സേവനങ്ങൾ? വാർത്താവിനിമയ സേവനങ്ങൾ എന്നാണ് നമ്മുടെ ചാപ്റ്റർ വരുന്നത്. അപ്പോൾ വാർത്താവിനിമയം എന്താണെന്ന് വെച്ചാൽ ഓരോ ആളുകളുടെ ആശയങ്ങളും വിവരങ്ങളും ഒക്കെ ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് നമ്മുടെ ആശയവിനിമയം എന്ന് പറയുന്നത്. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആശയങ്ങളും നമ്മുടെ ചിന്തകളും ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സഹായിക്കും. ഇതിന് ഏതൊക്കെ മാധ്യമങ്ങളാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കത്തുകൾ വരാം, ടെലിഗ്രാംസ് വരാം, ടെലിഫോൺ വരാം, ഇമെയിൽ വരാം. അങ്ങനെയുള്ള നിരവധി മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആശയങ്ങൾ ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഒന്നാണ് വാർത്താവിനിമയം എന്ന് പറയുന്നത്. ഈ വാർത്താവിനിമയത്തിൻ്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില സാഹചര്യങ്ങളിൽ മോശമായിട്ടുള്ള മെസ്സേജുകളൊക്കെ കിട്ടുന്നത് വഴി അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കും. അതുമാത്രമല്ല അശ്രദ്ധയായിട്ട് മെസ്സേജുകൾ ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ നിരവധി എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ചില മെസ്സേജുകളിൽ നമുക്ക് വിശ്വാസരഹിതമില്ലായ്മ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് എന്തിൻ്റെ ഒരു തടസ്സങ്ങൾ, നമ്മുടെ ഈ ഒരു വാർത്താവിനിമയ സേവനങ്ങളുടെ തടസ്സങ്ങൾ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 2 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി, കാരണം ഇത്രയും ചോദിക്കത്തുള്ളൂ ഇതിൻ്റെ അകത്ത് നിന്ന്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക.